അപ്പോൾ ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്ന മുഖ്യമായിട്ടും ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം നടപടികൾ എടുക്കണം. ഇപ്പം കേരളത്തിൽ പുറ്റിങ്ങൽ അപകടം, വലിയ അപകടം ഉണ്ടായ ജുഡീഷ്യൽ എൻക്വയറി നടത്തി റിപ്പോർട്ട് കൊടുത്തു. അപ്പം ഇതിനു മുമ്പും പല എൻക്വയറികളും നടത്തിയിട്ടുണ്ടായിരിക്കും. ചുരുക്കമാണെങ്കിലും ഇതുപോലത്തെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ അപകടത്തിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. ധാരാളം പേരും മരിച്ചു. ഇതൊന്നും ഇനി ഒരിക്കലും ഉണ്ടാകരുത് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ദുരന്തം. അതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി കമ്മീഷൻ എന്തെല്ലാം രീതിയിൽ പഠനം നടത്തണം, എന്തൊക്കെ വിദഗ്ധരുടെ അഭിപ്രായം എടുക്കണം, എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ചൊക്കെ നോക്കി വെച്ച് ഇനി ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം ശ്രദ്ധ എടുക്കണം എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും റിപ്പോർട്ട് കൊടുക്കണം. അങ്ങനെയുള്ള ശുപാർശകൾ കൊടുക്കും. ഒരു കാരണവശാലും ഒരു ഉത്സവത്തിനെ വർണ്ണാഭമാക്കുന്ന വെടിക്കെട്ടാണ്. ലോകത്തിലെമ്പാടുമുള്ളതാണ് വെടിക്കെട്ട്. അപ്പോൾ ചൈനീസ് പടക്കങ്ങളൊക്കെ പുതിയ ഇതിനകത്തൊന്നും ഇത്ര വലിയൊരു ലൈറ്റിനാണ് കൂടുതൽ ഷോ. അല്ലാണ്ട് വെടിമരുന്നിൻ്റെ കൂട്ടി ശബ്ദത്തിൻ്റെ ആഘാതം കൂട്ടുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അപകടത്തിൻ്റെ വ്യാപ്തി കൂടാൻ കാരണം വെടിമരുന്നിൻ്റെ ഉപയോഗം കൂടുതലാണ്. ഒരുപക്ഷെ വെടിക്കെട്ടിൻ്റെ പാറ്റേൺ തന്നെ മാറ്റാൻ സാധിക്കുമായിരിക്കും. അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് ശുപാർശ ചെയ്യും. വെടിക്കെട്ട് നിരോധിക്കാൻ പറയാൻ ഈ കമ്മീഷൻ ശരിയാവും തോന്നുന്നില്ല. കരുതിയാൽ അത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രതികരണം ഉണ്ടാക്കും. ജനങ്ങൾക്ക് ഇപ്പം തൃശ്ശൂർ പൂരത്തിന് തന്നെ കൂടുതൽ ആളുകൾ വെടിക്കെട്ട് കാണാൻ രാവിലെ വെളുപ്പിന് 4 മണിക്കും 3 മണിക്കും ഒക്കെ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വെടിക്കെട്ട് കാണാൻ എറണാകുളത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് വെടിക്കെട്ട് വലിയൊരു ഉത്സവത്തിൻ്റെ വലിയൊരു വർണ്ണാഭമായ ഭാഗമാണ്. അത് വളരെ ജനങ്ങളെ ആകർഷിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് തടയുക എന്നുള്ളത്, അത് നിർത്തുക എന്നുള്ളത് ശരിയായ ഒരു നടപടിയായിരിക്കില്ല. അതുകൊണ്ടായിരിക്കില്ല ഗവൺമെൻറ് അപകടങ്ങൾ ഉണ്ടാകാതെ എങ്ങനെ വെടിക്കെട്ട് നടത്താൻ അനുവദിക്കാം എന്നുള്ളതായിരിക്കും ഗവൺമെൻറ് ചിന്ത. അപ്പോൾ ഇതിനെക്കുറിച്ച് ടേംസ് ഓഫ് റെഫറൻസ് നോക്കി ഡീറ്റെയിൽഡായിട്ട് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കും. അല്ല, അത് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഓർഡർ വരും. ഇനി അപ്പോയിൻമെൻറ്റായിട്ട് കമ്മീഷൻ അപ്പോയിൻ്റ് ഉള്ള ഓർഡർ അത് ഫോളോഡ് ബൈ വൈകിക്കില്ല. ടേംസ് ഓഫ് റെഫറൻസ് അയച്ചു തരും. അത് കഴിഞ്ഞ് ബന്ധപ്പെട്ടവരെ എല്ലാം കോൺടാക്ട് ചെയ്ത് തൃശ്ശൂർ പോകും. ഈ അപകടം നടന്ന സ്ഥലം കാണും. ഇതിൻ്റെ നടത്തിപ്പുകാരുമായിട്ട് സംസാരിക്കും. പ്രധാനമായിട്ടും ഇനി വേറെയുള്ള പൂരങ്ങളിൽ വലിയ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ അവരെങ്ങനെ വിളിച്ച് ചോദിക്കാൻ കയറിച്ചാൽ ഇത് ഇപ്പോൾ തൃശ്ശൂരുണ്ടാകരുതെന്ന് മാത്രമല്ല കേരളത്തിലെങ്ങും ഉണ്ടാകരുത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ട് എൻക്വയറി നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ല, ഈ അപകടത്തിൻ്റെ കാരണത്തിനെ കുറിച്ച് എനിക്കറിയില്ല. കാര്യം വെച്ചാൽ എവിടെയെങ്കിലും ഒരു തീപ്പൊരി ഉണ്ടായി എന്നുള്ളതിന് സംശയമില്ല. അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സമ്മറിൻ്റെ പീക്കാണ്. തൃശ്ശൂർ പൂരം തന്നെ ഏറ്റവും മോശമായ കാലാവസ്ഥയിൽ നടക്കണേ. ഏറ്റവും പീക്ക് സമ്മറാണ്. മെയ് മാസം 1-ാം തീയതി അടുപ്പിച്ചാണ് പൂരം നടക്കുന്നത്. അപ്പം ഏറ്റവും വലിയ ചൂട് സമയത്താണ്. നിങ്ങൾക്കറിയാമല്ലോ, വെടിമരുന്നിന് ചൂട് കൂടിയാൽ തന്നെ തീ പിടിക്കാം. അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിൽ ഇഗ്നിഷൻ ഉണ്ടായി എന്നുള്ളത് അറിയില്ല. അവിടെ കറണ്ടൊന്നും ഉണ്ടായിരുന്നതായിട്ട് ലക്ഷണമില്ല. ഇലക്ട്രിക് സ്പാർക്കോ ഒന്നും ഉണ്ടായ ലക്ഷണമില്ല. പിന്നെ മെറ്റൽ കൂട്ടി പറഞ്ഞപ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി ഇതുപോലൊരു അപകടം ഉണ്ടായും. പക്ഷേ ഈ ഷെഡുകളൊക്കെ അടുപ്പിച്ചല്ലായിരുന്നെങ്കിൽ ഒരു ഷെഡിനോ മറ്റേ തീ പിടിച്ച് തീരുമായിരുന്നു. അപ്പോൾ എത്രയാണെങ്കിലും ഒരു ആക്സിഡൻറ്റിൻ്റെ സോഴ്സ്, ഒരു ഫയറിൻ്റെ സോഴ്സ് ഒരു സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ കുറച്ചാൽ തന്നെ അതിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും കാണും. ചട്ടലംഘനങ്ങളുണ്ട്, അല്ലെങ്കിൽ അശ്രദ്ധയുണ്ട്. അതുകൊണ്ടാണ് മുൻകരുതലുകൾ എടുത്തില്ല. അതുകൊണ്ടാണ് ഇത്ര വലിയ വ്യാപ്തിയുള്ള ഒരു അപകടം ഉണ്ടായതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഭൂപ്രദേശം തന്നെ ഇപ്പോൾ അവിടെ വണ്ടികൾ എത്തിയാലാത്ത സ്ഥലത്ത് തന്നെ അത് തന്നെ എൻ്റെ അഭിപ്രായത്തിന് അത് ശരിയായില്ല. കാര്യം വെച്ചാൽ അവിടെ ഒരു അപകടം ഉണ്ടായാൽ, അല്ല എന്തെങ്കിലും ചെറിയ രീതിയിലൊരു പ്രശ്നം ഉണ്ടായാൽ പോലും അവിടെ സഹായം എത്തിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യമുള്ള സ്ഥലത്ത് വേണം ചെയ്യാൻ. ഇതൊരു പാടത്ത് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ബാക്കി ജനങ്ങളെ ബാധിച്ചില്ല. ഒരു താമസ സ്ഥലത്തൊന്നും അല്ലാത്തതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ടായി. പക്ഷേ എങ്കിലും അടുത്തടുത്ത് ഷെഡുകളും ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് തീപിടിക്കാൻ കാര്യമായത്. ഒരിക്കലും ഒരു ശരിയായ രീതിയിലല്ല ഇത് തയ്യാറെടുപ്പുകൾ എടുത്തു. അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്ര വലിയ വ്യാപ്തിയുള്ളൊരു അപകടം ഉണ്ടാകില്ല. അതുപോലെ ഇതിൻ്റെ കോൺസെൻട്രേഷൻ, എംപ്ലോയീസ് കോൺസെൻട്രേഷൻ, ഇതന്നെ ഒരു ഷെഡിനകത്ത് ഇതിന് മാത്രം ആൾക്കാരെ പെർമിറ്റ് ചെയ്യരുത്. ഇതുപോലത്തെ സ്റ്റോറേജ് പെർമിറ്റ് ചെയ്യരുത്. അപ്പോൾ ഒരു കാരണവശാലും അത് ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
പറയുന്നത് സർക്കാർ ആ നിർദ്ദേശങ്ങളൊന്നും പാലിച്ചിരുന്നില്ല, ഈ വെടിക്കെട്ടെന്ന് പറയുന്ന ആചാരങ്ങളുടെ ഭാഗമാണ്, ആഘോഷങ്ങളാണ്. അതിലെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല ഇതൊന്നും ചെയ്യുന്നത്. ഇതെല്ലാം ദേവസ്വങ്ങളാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്തെല്ലാം ഒരു പാർട്ടിസിപ്പേഷൻ, ഇപ്പോൾ എക്സ്പ്ലോസീവ് എക്സ്പേർട്ടിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്റ്റേറ്റ് എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻറ്റുകളോ ആരെങ്കിലുമൊക്കെ സഹകരിപ്പിക്കണം. അല്ലെ ഫയർഫോഴ്സിൻ്റെ ആരെങ്കിലും ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഇവിടെ ഈ അപകടം നടന്നു കഴിഞ്ഞ് മാത്രമേ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെല്ലുന്നുള്ളൂ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിൽ ഇടപെടുന്നുള്ളൂ. പക്ഷേ അതേ സമയത്ത് ഇതിൻ്റെയൊക്കെ മുൻകരുതൽ എടുക്കാനും അത് പരിശോധിക്കാനും ഉള്ള റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ പ്രസൻസിലെങ്കിലും ഒരാളെങ്കിലും അല്ലെ 1-2 പേരെങ്കിലും അത് സൂപ്പർവൈസ് ചെയ്യാൻ വേണം, യാതൊരു സംശയവുമില്ല. കഴിഞ്ഞാൽ വെടിക്കെട്ട് സമയത്ത് വലിയ പോലീസും സകല സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ വെടിക്കെട്ടിന് മുമ്പുള്ള ഈ തയ്യാറെടുപ്പ് സമയം അതുപോലെ തന്നെ പ്രധാനമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ഇതിനെ എങ്ങനെ മുൻകരുതലുകൾ എടുക്കണമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയട്ടെ, ഒരു ടെററിസ്റ്റ് അറ്റാക്ക് പോലും ഉണ്ടാകാമല്ലോ, ആർക്ക് വേണമെങ്കിലും അതിന് അവിടെ അപകടം ഉണ്ടാക്കാൻ ഒക്കില്ലോ. അപ്പോൾ അതിനൊന്നും അങ്ങനെയുള്ള മുൻകരുതലുകൾ ഇല്ലായിരുന്നു എന്നുള്ള സംശയമൊന്നുമില്ല. അതാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞതാണ്. ചൈനീസ് പടക്കങ്ങൾ വളരെ അട്രാക്റ്റീവാണ്, അത് ലൈറ്റാണ്, വെളിച്ചമാണ്, അവരുടെ ലൈറ്റിൻ്റെ ഷോ ആണ്, അല്ലാണ്ട് വലിയൊരു എക്സ്പ്ലോഷൻ്റെ സൗണ്ടിൻ്റെ ഇതല്ല അത്. പക്ഷേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന പോലെയാണല്ലോ ഒരു പൂരത്തിന് വെടിക്കെട്ട്. അപ്പോൾ അതിൽ വലിയൊരു ശബ്ദം ഉണ്ടാക്കണം, അത് എത്ര ദൂരം കേൾക്കണം എന്നൊക്കെ ഉള്ളത്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ വലിയൊരു തൊഴിൽ മേഖലയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതൊക്കെ നിർത്തലാക്കാൻ പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയണേ. ഒരു വലിയ തൊഴിൽ മേഖലയാണ്, വലിയ സാമ്പത്തിക മേഖലയാണ്, യാതൊരു സംശയവുമില്ല. പിന്നെ എക്സ്പ്ലോസീവ് ഇതിന് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് റോക്ക് ബ്ലാസ്റ്റിംഗ് മുഴുവൻ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചാണ്. അപ്പോൾ എക്സ്പ്ലോസീവിൻ്റെ പ്രൊഡക്ഷനൊന്നും നിർത്താൻ ഒക്കെയില്ല ഒരിക്കലും. ഒരു ക്ഷേത്രം ഒരു റിലീജിയസ് സ്ഥാപനങ്ങൾ തന്നെ വലിയൊരു എംപ്ലോയ്മെൻറ്റാണ്, വലിയൊരു സാമ്പത്തിക മേഖലയാണ് നമ്മുടെ മതസ്ഥാപനങ്ങളെല്ലാം. അതുകൊണ്ട് വിശ്വാസത്തിനേക്കാളും ഉപരിയായിട്ട് ഒരു തൊഴിൽ മേഖല, ധാരാളം പേർക്ക് തൊഴിൽ, അങ്ങനെ ഒരു സാമ്പത്തിക മേഖലയെ എല്ലാ രീതിയിലും എൻകറേജ് ചെയ്യണം. അതിൻ്റെ ഒരു പാർട്ടാണ് ഈ വെടിക്കെട്ടും. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള 100 കണക്കിന് തൊഴിലാളികളും എത്ര പേർക്ക് ജീവനമാർഗം തലമുറകളായിട്ടുണ്ട് വെടിക്കെട്ട് പ്രവർത്തനത്തിൽ കൂടെ മാത്രം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അപകടം ഉണ്ടായി, അതുകൊണ്ട് വെടിക്കെട്ട് നിർത്തിവെച്ചോ എന്ന് പറയണത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതിനെക്കുറിച്ച് പരിശോധിക്കുക. അല്ല, ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചകളുണ്ടോയെന്ന് അറിയണമെങ്കിൽ ഉദ്യോഗസ്ഥരെ എന്തെല്ലാം ചുമതലകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഫയർഫോഴ്സ് അവിടെ പ്രസൻ്റ് ആയിരിക്കണം, അല്ലെ അവരുടെ അപ്രൂവൽ ഉള്ളിടത്ത് വേണം ഷെഡ് കെട്ടാൻ, അതിൻ്റെ പാറ്റേൺ അപ്രൂവ് ചെയ്യണം, അവരതിൻ്റെ ഡിസൈൻ അപ്രൂവ് ചെയ്യണം, സ്റ്റോറേജിൻ്റെ ലിമിറ്റ് അപ്രൂവ് ചെയ്യണം. ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഉദ്യോഗസ്ഥരുടെ അടുത്ത് വീഴ്ച ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും തീർച്ചയായിട്ടും. ഇത്രയും പേരുടെ ജീവൻ നഷ്ടമായ ഒരു സംഭവമാണ്. അപ്പോൾ ഈ വെടിക്കെട്ടുകൾ എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ മലയാളികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് കൂടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു കമ്മീഷൻ അന്വേഷണം എന്തായാലും എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അല്ല, വെടിക്കെട്ടിന് ഓൾട്ടർനേറ്റീവ് ഇല്ല. വെടിക്കെട്ടിന് നിയന്ത്രണങ്ങൾ, അതായത് ഏതെല്ലാം രീതിയിൽ മുൻകരുതലുകൾ എടുത്ത് അപകടമില്ലാതെ വെടിക്കെട്ട് നടത്താൻ നോക്കുന്നു പറയാൻ നോക്കും. തീർച്ചയായിട്ടും അപകടമില്ലാതെ വെടിക്കെട്ടുകൾ എത്ര വർഷം നടത്തി. അല്ല, ഈ വെടിക്കെട്ടുകളിൽ അപകടം ഇൻവേരിബിളി വേണമെന്നില്ലല്ലോ. വെടിക്കെട്ടുകളിൽ വളരെ ചുരുക്കമല്ലേ. ഇപ്പം നമുക്ക് മരടിൽ വലിയ വെടിക്കെട്ടുണ്ട് എറണാകുളത്ത്, എനിക്ക് അറിയാവുന്ന കൂടുതൽ എറണാകുളമാണ്. മരട്, അതുപോലെ നമ്മുടെ പുതിയകാവ്, അവിടെയെല്ലാം ഭയങ്കര വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളാണ്. അപകടങ്ങൾ വളരെ ചുരുക്കം ഉണ്ടായിട്ടുണ്ട്, ശരി. പക്ഷേ അപകടങ്ങൾ തീർത്തും ഇല്ലാതെ അപകടരഹിതമായിട്ട് വെടിക്കെട്ട് നടത്താൻ സാധിക്കണം. ഉത്സവത്തിനെ വർണ്ണാഭമാക്കുന്നത് വെടിക്കെട്ടാണ്. അത് കമ്മീഷൻ അങ്ങനെ വെടിക്കെട്ട് നിർത്താനാണെങ്കിൽ ഗവൺമെൻറ് ചെയ്യാമല്ലോ, കമ്മീഷനല്ല ചെയ്യണ്ടേ. എന്നാൽ പിന്നെ ഗവൺമെൻറ് കമ്മീഷൻ വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. വെടിക്കെട്ട് അപകടരഹിതമായിട്ട് നടത്താൻ ഒരുപക്ഷെ കമ്മീഷൻ ശുപാർശ ചെയ്യണമെന്നായിരിക്കും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. വെടിക്കെട്ട് നിർത്തിക്കൊള്ളാൻ പറയാൻ സർക്കാരിൻ്റെ വിതിൻ പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിന് കമ്മീഷൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം വെടിക്കെട്ട് നിർത്തുന്നതിനെക്കുറിച്ച് കമ്മീഷൻ ആലോചിക്കാൻ ഗവൺമെൻറ് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്മീഷന് വേണമെങ്കിൽ ശുപാർശ ചെയ്യാം, പക്ഷേ കമ്മീഷന് അങ്ങനെ ഒരു ശുപാർശ ചെയ്യണത് പ്രായോഗികമോ അതുപോലെ ജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു റിപ്പോർട്ടായിരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല.
ഞാൻ പറയട്ടെ, അപകടരഹിതമായിട്ട് എത്രയോ സ്ഥലത്ത് വെടിക്കെട്ട് നടക്കുന്നു. തൃശ്ശൂർ എത്ര വർഷമായി വെടിക്കെട്ട്, തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ വെടിക്കെട്ടാണ് പ്രധാനം. അത് അവിടെ ഈ കുടമാറ്റം കഴിഞ്ഞാൽ പിന്നെ വെടിക്കെട്ട് കാണാനാണ് ആൾക്കാരിരിക്കണത്. അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം വെടിക്കെട്ട് നിർത്താൻ പറയണതൊന്നും ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. അപകടരഹിതമായിട്ട് എങ്ങനെ വെടിക്കെട്ടുകൾ നടത്തണം എന്നായിരിക്കും ഗവൺമെൻറ് ഉദ്ദേശിച്ചേക്കണം. അത് ഗവൺമെൻറ്റിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അനുസരിച്ച് വേണം ജുഡീഷ്യൽ കമ്മീഷൻ എൻക്വയറി നടത്താനും റിപ്പോർട്ട് കൊടുക്കാൻ. കമ്മീഷന്റെ പ്രവർത്തനത്തെക്കുറിച്ച് മുൻകൂട്ടി ഒരു ധാരണ സാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? കമ്മീഷന്റെ പ്രവർത്തനത്തെക്കുറിച്ച് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ? എങ്ങനെ വേണമെന്നത് കമ്മീഷൻ്റെ പ്രവർത്തനത്തിനെക്കുറിച്ച് ജുഡീഷ്യൽ കമ്മീഷനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ് പോലെയാണ്. എൻക്വയറി നടത്തേണ്ടത് എല്ലാവരെയും, തൽപര കക്ഷികളെ എല്ലാവരെയും കേൾക്കണം. അതുപോലെ വിദഗ്ധരുടെ അഭിപ്രായം എടുക്കണം. അങ്ങനെ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ, സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ, ഇപ്പം എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ, അതുപോലെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൻ്റെ, അവരുടെ എല്ലാം അഭിപ്രായം മേടിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.